ഇന്നത്തെ വീഡിയോയിൽ ലാവണ്ടർലാൻഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ ലാവണ്ടർലാൻഡിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫസ്റ്റിലെ കാണാൻ പറ്റുന്ന ഈ ഒരു എൻട്രൻസിലുള്ള ഈ ഒരു ബോർഡാണ്. അത് പർപ്പിൾ കളറിൽ നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലാവണ്ടർലാൻഡ് എന്നുള്ള വേറൊരു ബോർഡും ഉണ്ട്, അത് ഓപ്പൺ എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ പല നിറത്തിലുള്ള നല്ല നിറങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കാണുന്ന നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന കാറ്റാടികൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് അവിടെ നിന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞ ഒരു ഫുള്ള് തടിയിൽ തീർത്തൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു കഫേ ഉണ്ട്. എന്തായാലും ആ ഗിഫ്റ്റ് ഷോപ്പ് കാണാൻ തന്നെ ഒരു നല്ലൊരു രസമുണ്ടായിരുന്നു. കാരണം അത് ഫുള്ള് തടിയിൽ തീർത്തതും അതിൻ്റെ ഒരു ഡിസൈനും ഇതെല്ലാം ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ടാണ് പോയത്. ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പിന്നെ അതിന് നേരെ പുറകിലായിട്ട് പല വലുപ്പത്തിലുള്ള ചെടികൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ലാവൻഡറിൻ്റെ. അത് നമുക്ക് വാങ്ങാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അതിന് വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $12 അതിൻ്റെ വില വരുന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ്. നമ്മൾ നേരത്തെ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത കാരണം അവിടെ QR കോഡ് കാണിച്ചു. QR കോഡ് കാണിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു സീൽ അവർ തന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ അകത്തോട്ട് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഫംഗ്ഷൻ നമുക്ക് ആർക്കെങ്കിലും അവിടെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അവർ ചെയ്തു തരുന്നതാണ്. അവിടെ പല സ്ഥലങ്ങളിലായി ഓപ്പൺ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാഴ്ചയാണ് അത് കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പല പല സംഭവങ്ങൾ അവിടെയുണ്ട്. ഇതാ ഒരു കുതിരവണ്ടിയാണ്, അതിൽ കുറേ ആളുകൾ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ കണ്ട ഒരു അടിപൊളി കാഴ്ച ഇതാണ്. ഇത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. അതിൻ്റെ അപ്പുറമായിട്ടൊരു എന്താ പറഞ്ഞ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലൊരു കാഴ്ച നമുക്ക് ഇത് ഇപ്പോൾ കാണാൻ സാധിക്കും. അതൊരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയാണത്. പല നിറത്തിലുള്ള പൂക്കളായതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണത്. അവിടെ നിന്ന് നേരെ നമ്മൾ കാണുന്ന ഇതാണ് അതിൻ്റെ എൻട്രൻസ്. വളരെ രസമുള്ളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ അകത്തോടെ നമ്മളിങ്ങനെ പോകുന്നത്. ആ ഒരു എന്താ പറഞ്ഞ ലാവൻഡറിൻ്റെ പൂവിൻ്റെ കളറിലുള്ള എന്താ പറഞ്ഞ തുണികളിങ്ങനെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് ഫുള്ള് വള്ളിപ്പടർപ്പുകൾ കയറി കിടക്കുന്നു. ആ ഒരു കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതായിരുന്നു. നമ്മളതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നതിനെ തന്നെ അത് കിടന്ന് ഇളകുന്ന ഒരു കാഴ്ച വളരെ രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് ഇതിങ്ങനെ കുറേ ദൂരത്തിൽ ഇങ്ങനെയുണ്ട്, അടിയിലിങ്ങനെ മിറ്റിൽ ഭാഗിയിരിക്കുകയാണ്. അപ്പോൾ അതേ കൂടെ നമ്മളിങ്ങനെ നടന്ന് അങ്ങേ അറ്റത്ത് ചെന്നിട്ട് വേണം നമ്മൾ ലാവൻഡർലാൻഡിലോട്ട് പോകാനായിട്ട്. അതിന് മുന്നേ തന്നെ ആയിട്ട് ലാവൻഡർലാൻഡിൻ്റെ അങ്ങോട്ട് നമ്മൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവിടെ ചെറിയ ചെറിയ കുളങ്ങളും അങ്ങനെ കുറച്ചൊന്ന് നടക്കാനുള്ളൊരു ഇതുണ്ട്. നല്ല രസമാണ് അവിടെ. അതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നിയ ഒരു കാഴ്ചയായിരുന്നു. അപ്പം നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻഡിങ്ങിൽ നിന്ന് നമ്മൾ ഇനി അടുത്തായിട്ട് പോകാൻ പോകുന്ന ലാവൻഡർ പാടത്തേക്കാണ്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് നമുക്കറിയത്തില്ല അതിൻ്റെ അകത്ത് രസങ്ങൾ എങ്ങനെയുണ്ട്, നല്ല അട്രാക്റ്റീവ് ആണോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്തായാലും പോയി നോക്കാം.